ഇനി അടുത്തൊരു ചോദ്യം. ഇതാ സുയിൽത്ത, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ. ഇനിയിപ്പം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യമാണ്. ഈമാനുൽ ബഅ്സി, ശരിക്കും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ശിക്ഷ വരുമ്പം ഉള്ള വിശ്വാസം, അവിടെ വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസത്തിൻ്റെ വാക്കുണ്ടല്ലോ, ഓൻ ആ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഹല്യക്കൂന് മസ്ബൂഅന്നംല, അത് കേൾക്കുമോ, മറ്റേ സ്വീകരിക്കുക നേരത്തെ ചോദിച്ചത്, സ്വീകരിക്കണതിൻ്റെ അല്ല, അത് കേൾക്കുക തന്നെ ചെയ്യുമോ. ഓൻ ആ സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് കേൾക്കുമല്ലേ, അതങ്ങോട്ട് കേൾക്കുമല്ലേ. മസ്മൂഅന്നംല. ആ അപ്പം നീ പറഞ്ഞോ മറുപടി, ലാ യകൂനു മസ്മൂഅൻ ലി അഹദിൻ മിനൽ ഇബാദ്, ഒരു അടിമയിൽ നിന്നും ആ സമയത്ത് എന്താവൂല, ഈ വിശ്വാസം ഇങ്ങനത്തെ വാക്ക് തന്നെ അല്ലാഹ് കേൾക്കൂലെന്നാ. ഇനി കേട്ട് കഴിഞ്ഞാലോ അതെന്തല്ല എന്ന് വെക്കണം എന്നാണ്. അത് ഈ സമയത്തുള്ള ഈ ശിക്ഷയുടെ ഈമാനല്ല, ശിക്ഷ കണ്ടപ്പോഴുള്ള ഈമാനല്ല എന്ന് വെക്കണം എന്നാണ് അഞ്ഞി പറഞ്ഞത്. അതാ അഞ്ഞി പറഞ്ഞത്. ഹത്താ ലൗ ആമന മജൂസിയുൻ, ഒരു മജൂസി എങ്ങാനും വിശ്വസിച്ച്, ഒരു മജൂസി എന്ന് പറയാൻ ഇവിടെ പറഞ്ഞ ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു മജൂസി ബിംബാരാധകനെ നടത്തി തീയിനൊക്കെ ആരാധിക്കുന്ന ഒരാൾ, അയാൾ വിശ്വസിച്ചു. സമയ മിന്നു ദിൽക്കൽ ഹാലി, ആ അവസ്ഥയിൽ അയാളിന് കേട്ടും ചെയ്താൽ, അഥവാ കേട്ട് കഴിഞ്ഞാൽ യക്കൂനു ദാലിക ഈമാനുൽ ബഅ്സി, അത് എന്താവില്ല, അത് ഈമാനുൽ ബഅ്സ് അല്ല, അത് ശിക്ഷ കണ്ടപ്പോഴുള്ള ഈമാനല്ല, അങ്ങനെ കേട്ടതല്ല. മൽ യക്കൂനു ഈമാനുൽ ഇഖ്തിയാർ, ഓൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഈമാനായിട്ടാണ് കേട്ടത് എന്ന് മനസ്സിലാക്കണം. എന്നാലും എന്താവില്ല, അത്രത്തോളം വെക്കണം. അല്ലാതെ എന്തല്ല ഈ നിലക്ക് ഈമാനുൽ ബഅ്സ്, ശിക്ഷ കാണുമ്പോഴുള്ള ഈമാൻ, അതൊരിക്കലും തന്നെ കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യൂല. ഞാൻ അഥവാ അങ്ങനെ സ്വീകരിച്ച് പോയാൽ തന്നെ എന്താക്കണം, ഈമാനുൽ ബഅ്സ് അല്ല, ഈമാനുൽ ഇഖ്തിയാറാണെന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ആക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഏത് മഖ്ദൂം? അബ്ദുൽ അസീസുൽ മഖ്ദൂം. ഇത് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും വിശ്വാസ കാര്യങ്ങളുടെ ചോദ്യങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. എന്താ ഇനി അടുത്ത ചോദ്യം? ഇദാ സുഇൽത, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബില്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത്? ഇമാം കാര്യങ്ങളുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കലാണല്ലോ. ഈ അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെ വിശ്വസിക്കേണ്ടത്? എന്തൊക്കെയാണ് അള്ളാഹിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടത്? കുൽത്ത, അങ്ങനെ ചോദിച്ചാൽ നീ പറയണം, വിശ്വസിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇന്നഹു തആല വാഹിദുൻ, നിശ്ചയമായിട്ടും അല്ലാഹു തആല ഒരുവനാണ്. ലാ നളീറ ലഹു, അവനിക്കൊരു കൂട്ടുകാരനിൽ, അവനിക്കൊരു തുല്യമായവനില്ല. അങ്ങനെയാണ് വെക്കേണ്ടത്. നളീർ എന്ന തുല്യതയുള്ളവനില്ല. അള്ളാഹ് ഒരുവനാണ്. അള്ളാഹിനോട് തുല്യമായിട്ട് ഒരാളുമില്ല, ഒന്നുമില്ല. ആളെന്ന് മാത്രമല്ല, അള്ളാഹിനോട് തുല്യമായിട്ട് ഒരു വസ്തുവും ഇല്ല. അത് വിശ്വസിക്കണം. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? ഖദീമുൻ, അവൻ പണ്ടേ ഉള്ളവനാണ് എന്ന് വിശ്വസിക്കണം. മൗജൂദുൻ, അവൻ എത്തിക്കപ്പെട്ടവനാണ്, എന്നൊന്നുമുള്ളവനാണ്. ലാ ഇബ്തിദാലി വജൂദി, അവൻ്റെ ഉണ്ടാവലിനിക്കൊരു തുടക്കമില്ല. അവൻ പണ്ടേ ഉണ്ട് എന്നാ തുടക്കമുണ്ടോ എന്ന്? തുടക്കം പണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തുടക്കം പറയാൻ പറ്റുമോ? തുടക്കം ഇല്ല. ബാക്കിൻ, അവൻ എന്നും ശേഷിക്കുന്നവനാണ്. ലാ ഇന്തിഹാലി അബദിയത്തിഹി, അവൻ്റെ ശേഷിപ്പിന് ഒരിക്കലും ഒരറ്റമില്ല. ഇന്ന സമയം വരെ അവൻ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ അള്ളാഹിനെ പറ്റി പറ്റൂല. ഇതാ വിശ്വസിക്കേണ്ടത്. ഹയ്യുൻ, മാത്രമല്ല അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ലം യമുത്, അവൻ മരിക്കൂല, ഇതുവരെ മരിച്ചിട്ടില്ല. അതാണ് ലം യമുത്ത് കാരണം എന്താ? ഇതുവരെ മരിച്ചിട്ടില്ല, എന്നും ജീവനുണ്ട്. വല യജൂസു അലൈഹിൽ മൗത്ത്, ഇനി മരണം അവൻ്റെ അടുത്ത് അനുവദനീയാണോ? അള്ളാഹ്ക്ക് മരണം ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടാവില്ല. ശേഷം ഭാവിയിൽ മരണം ഒരിക്കലും അനുവദനീയം അല്ല. ഈ നിലക്ക് തന്നെ വിശ്വസിക്കണം അള്ളാഹിനെ പറ്റി. അപ്പം ഞാൻ ഒറ്റ ചോദ്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇദാ സുഇൽത, നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ, കൈഫ തുഅ്മിനു ബിൽ മലായിക, എങ്ങനെയാണ് മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസം, എങ്ങനെയാണ് മലക്കുകളെ കൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ആ വിശ്വാസം അത് കുൽത്താനി പറയണം. അൽ മലായികത്തു അസ്നാഫുൻ, മലക്കൾ കുറേ വിഭാഗമുണ്ട്, മലക്കൾ കുറേ ടീമുണ്ട് എന്നാണ് വിശ്വസിക്കേണ്ടത്. മലക്കൾ എന്തുണ്ട്? കുറേ ടീമുണ്ട്. മിൻഹും, അവരെ കൂട്ടത്തിലുണ്ട് ഹമലത്തുൽ അർശി, അർശിനെ ചുമക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ടീമുണ്ട്. മിൻഹും, വേറൊരു കൂട്ടരുണ്ട്, അവരാരാ? ഹാഫൂന, അവർ
ചുറ്റുന്നവരാണ്. അർശിനൊക്കെ ചുറ്റുന്നവർ, അർശിനെ ചുമക്കുന്നവരല്ല, ചുറ്റുന്നവർ. അമിൻഹും റൂഹാനിയൂന, മറ്റൊരു കൂട്ടം റൂഹാനീങ്ങൾ പറഞ്ഞിട്ട് മലക്കുകളുണ്ട്. ആത്മാവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റൂഹാനീങ്ങൾ വേറൊരു ടീമുണ്ട്. മിന്നും കറൂബിയൂന, അങ്ങനെ ഒരു ടീം. അതൊക്കെ ഒരു ടീമാണ്. ഓരോക്കെ ഓരോ പേരാണ്, മലക്കുകളൊക്കെ ഉള്ള ഓരോ പേരുകളാണ്. അമിൻഹും സഫറത്ത് യാത്ര ആയിട്ട് ഇങ്ങനെ നടക്കണ, ഓരോ ഭാഗത്തും ഇങ്ങനെ പോയി ദിക്റിൻ്റെ മജ്‌ലിസ് മറ്റും ഓരോ അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട്, അതായത് ഓരിങ്ങനെ സഞ്ചരിക്കുന്നവർ, അങ്ങനെ സഫറത്ത്. പിന്നും ബററ, വേറെ കൂട്ടരുണ്ട് ബററ, ഗുണവാന്മാർ എന്നിട്ട് നല്ല മലക്കള കൂട്ടത്തിൽ ഇബാദത്തും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കൂടുന്നവർ. പിന്നും കത്തബ, വേറെ കൂട്ടരുണ്ട് എഴുതുന്നവർ. പിന്നും ഹഫലത്ത്, വേറെ കൂട്ടർ ഇവിടെ എന്ത് ചെയ്യുന്നവർ, എല്ലാവരെയും സംരക്ഷിക്കുന്നവർ, ഹഫലത്ത്. പിന്നെ വൈറദാലിക്ക വേറെ ഒരുപാട് ടീമുണ്ട്. അതിൽ ഇപ്പോൾ കറൂബിയൂന എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ട കേട്ടോ. കറൂബിയൂന അങ്ങനെ ഒരു അതെന്താന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് പറയേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെ വൈറദാലിക്ക അതല്ലാത്ത ടീമുണ്ട്. ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്, ഒരു എണ്ണം അല്ലാഹ്ക്കല്ലാതെ ആർക്കും അറിയില്ല. കുല്ലുഹും മഖ്ലൂഖൂൻ, എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഇവരൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഇബാദുല്ലാഹ്, അള്ളാഹിൻ്റെ അടിമകളാണ്. ലാ യൂസഫൂന ബി ഉനൂസത്തിൻ വലാ ബി ദുക്കൂറ, അവർക്ക് ആണ് എന്ന് പറയാൻ പറ്റൂല, പെണ്ണെന്നും പറയാൻ പറ്റില്ല. മലക്കളെ കുറിച്ച് ആണെന്നോ പെണ്ണെന്നൊന്നും തന്നെ പറയൂല. വലൈസ ലഹു ഷഹ്വത്തുൻ, അവർക്ക് വികാരങ്ങളില്ല, പ്രത്യേക താല്പര്യങ്ങൾ, തിന്നണമെന്നോ കുടിക്കണമെന്നോ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിൻ്റെ അങ്ങനെ യാതൊരുവിധ വികാര വിചാരങ്ങളും ഓൽക്കില്ല. വലാ നഫ്സുൻ, അവർക്കൊരു തടി എന്ന് പറയുന്ന പ്രത്യേകം തടി അവർക്കില്ല. ശരീരം എന്ന് പറയുന്നത് അവരിങ്ങനെ പ്രകാശമാണ്. വല അബുന്നൽക്ക് വാപ്പല്ല, വല ഉമ്മുന്നൽക്ക് ഉമ്മല്ല. ലാ യക്കുലൂന, അവർ ഭക്ഷിക്കൂല. വല യശ്റബൂന, അവർ കുടിക്കൂല. വല യബൂലൂന, അവർ മൂത്രിക്കൂല. വല യതഗവ്വതൂന, അവർ കാഷ്ടിക്കുകയുമില്ല. ഇന്നഹും മുക്രമൂന, അവർ ആദരിക്കപ്പെട്ടവരാണ്. മൗജൂദൂന, എന്നെന്നും എത്തിക്കപ്പെട്ടവരാണ്. അവരെന്നും ഇവിടെ ഉണ്ടാവും. ലഹും അജ്സാമുൻ, അവർക്ക് ശരീരങ്ങളുണ്ട്. എങ്ങനെ ശരീരം? നേരത്തെ പറഞ്ഞ നഫ്സ് പറഞ്ഞ നമ്മളെപ്പോലത്തെ ഒരു തടിയില്ല എന്നാണ്. അതേ സ്ഥാനത്ത് ഓൽക്കൊരു വേറെ തടിയുണ്ട്. അതേതാ? അത് പ്രകാശം കൊണ്ടുള്ള തടി, അതാണ് ജിസ്മ് തന്നെ. ആ ജിസ്മുണ്ട്, ഒരു തടിയുണ്ട്. നഫ്സ് എന്നത് നമ്മളെപ്പോലത്തെ ശരീരം, അങ്ങനെയുള്ള ശരീരമില്ല. അതേ സ്ഥാനത്ത് ഓൽക്ക് ഓരുടേതായ ഒരു ജിസ്മുണ്ട്. വരിയാസുനോൽക്ക് തൂവലുകളുണ്ട്. അതൊക്കെ അവരുടെ പ്രകാശം കൊണ്ടുള്ള തൂവലും തടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കണം. നഫ്സ് പറഞ്ഞ ശരീരം നമ്മളെ ശരീരമാണ്, നമ്മളെ മനുഷ്യ ശരീരം പോലത്തെ ശരീരം അതില്ല. ഓൽക്കുള്ളതായ തടിയുണ്ടാണ്, അതാ ജിസ്മ് തന്നെ. ലാ യസൂലല്ലാഹ് മാ അമറഹും, അവർ കൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ അള്ളാഹ്ക്ക് അവർ എതിര് ചെയ്യൂല. എന്താ പറഞ്ഞത് അവർ കേൾക്കും. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടതെല്ലാം അവർ ചെയ്യുന്നവരാണ്. ഇങ്ങനെ വിശ്വസിക്കണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞതിലൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് സംഭവങ്ങൾ. അള്ളാഹു നമുക്ക് ഖൈറുകൾക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയങ്ങളൊക്കെ അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട്, ഫിത്ന ഫസാദുകളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട്, പ്രത്യേകം കോവിഡ് രോഗത്തെ തൊട്ട് നമ്മുടെയും കുടുംബത്തെയും അള്ളാഹു തആല നമ്മളെയും ബന്ധപ്പെട്ടവരെയും മുഅ്മിനീങ്ങൾ ലോകത്തുള്ള എല്ലാവരെയും അള്ളാഹു തആലയുടെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.